ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഏവിയറി സെറ്റ് ചെയ്തിട്ടിപ്പം ഒരു 2 മാസം ആവാറായി. അപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മുടെ പ്ലാന്റിങ്ങും ഇതിലെ ബേഡ്സും ഒക്കെ ആഡ് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ കാടകൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു 3 ഫാൻസി കോഴികളെ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടി കോഴികൾ, അധികം സൈസ് വയ്ക്കാത്ത ചെറിയ ടൈപ്പ് കോഴികൾ, അവരെ കൂടി കാണിച്ചു തരാം. 3 പേരെ നമ്മളിന്ന് മേടിച്ചിട്ടുണ്ട്. ഇതാണ് പെട്ടിയിൽ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. നമ്മളതിനെ ഇവിടെ മണ്ണൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. എന്തായാലും ഓപ്പൺ ചെയ്ത് വിടാം, കൂട്ടിലാക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തൽക്കാലം കുറച്ച് ഇരിക്കുന്ന മണ്ണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളതിന് ഇത് കിട്ടല്ലേ. ഇതാണ് ഇവർ ഇത്രയും സൈസേ വരത്തുള്ളൂ കേട്ടോ. ഇവർ മാക്സിമം സൈസാണിത്. ഇത്രയേ ഉള്ളൂ. നമ്മളത് കഴിക്കാത്ത ഇരിക്കാനുള്ളൂ. മുട്ടയൊക്കെ ചെറുതാണ്. നമ്മൾ അധികം വേസ്റ്റും വലിയ ഫുഡൊന്നും ഇതിന് വേണ്ട. അപ്പം നമുക്ക് പറ്റിയ ആൾക്കാരാണ്. ഏവിയറിക്കകത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. കുറഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഒരു പൂവനും 2 പെടയാണ്. കണ്ടോ, ഇത് 2 പെടകളാണ്. അയ്യോ പോയി. ഇത് ആ പെടകളിലെ ഏറ്റവും ചെറിയ മരം. ഇവന്മാർ ഇത്തിരി പറക്കൽ കൂടുതലാണ്. പറന്ന് മണ്ടയിലൊക്കെ കയറുമെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കണം എങ്ങനെയാണെന്ന്. എങ്ങനെയുണ്ട് പുതിയ അതിഥികൾ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാം. അങ്ങനെ നമ്മൾ കോഴിക്കുട്ടന്മാർ നമ്മുടെ ഏവിയറിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണ്. മുകളിൽ നമ്മുടെ ജാവയും ലവ് ബേർഡ്സൊക്കെ നോക്കുന്നു. ഫിഞ്ചസ് ഒരെണ്ണം എപ്പോഴും ഇപ്പുറത്ത് ചാടുന്നു, ഇപ്പുറത്ത് തന്നെ ഉണ്ട്. അവനെ ഇനി പിടിച്ച് പുറത്ത് വിടണം. അങ്ങനെ പുതിയ ആൾക്കാർ ഇവിടെ ഓക്കെ വരുന്നുണ്ട്. നമ്മുടെ കാടുകളും അപ്പുറത്ത് സെറ്റായി. ഇനി അവർക്ക് ഫുഡ് വയ്ക്കാനുള്ള കാര്യങ്ങളും മറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി കുറച്ച് പേരെ കൂടി നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വിടാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ ബൈ.